ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ആദിവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിലൂടെ മാത്രമേ രാഷ്ട്രവികസനം പൂർണ്ണമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2030 രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖല 9 ലക്ഷം കോടി രൂപയുടെ വാർഷിക കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ എന്നിവയ്ക്കായുള്ള പരസ്പര സഹകരണം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയും തമ്മിലുള്ള 55ാമത് ഡയറക്ടർ ജനറൽ തല ബോർഡർ കോർഡിനേഷൻ സമ്മേളനത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് കേരളം ഗുജറാത്തിനെയും മുംബൈ വിദർഭയെയും നേരിടും. വാർത്തകൾ വിശദമായി. ആദിവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിലൂടെ മാത്രമേ രാഷ്ട്രവികസനം പൂർണ്ണമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഗോത്രോത്സവമായ ആദി മഹോത്സവം 2025 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആദിവാസി സമൂഹത്തിന്റെ ആകെ വികസനത്തിനായി കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി ശ്രീമതി മുർമു പറഞ്ഞു. पिछले 10 वर्षों के दौरान जनजातीय समाज के समग्र विकास के लिए अनेक प्रभावी कदम उठाया गया है. ट्राइबल डेवलपमेंट बजट 5 गुना बढ़कर लगभग 1,25,000 करोड़ रुपया हो गया है. 2025-26 के बजट में केंद्र सरकार ने आदिवासी विकास हेतु शिक्षा, स्वास्थ्य सेवा, कौशल विकास तथा आर्थिक सशक्तिकरण पर विशेष बल दिया गया है. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. മൊഹാലിയിലെ നാഷണൽ അഗ്രി ഫുഡ് ആൻഡ് ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. ചണ്ഡീഗഡിലും മൊഹാലിയിലും വിവിധ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും. 2030 രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖല 9 ലക്ഷം കോടി രൂപയുടെ വാർഷിക കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഭാരത് ടെക്സ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. ये मिशन ग्रोथ के नए रास्ते खोल रहा है. आज हम दुनिया के 6ठे सबसे बड़े टेक्सटाइल और एपरल्स एक्सपोर्टर है. हमारा टेक्सटाइल निर्यात 3 लाख करोड़ रुपए तक पहुंच चुका है. अब हमारा लक्ष्य है 2030 तक हम इसे 9 लाख करोड़ रुपए तक लेकर जाएंगे. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങളുടെ പ്രദർശനത്തിലൂടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യമാണ് ഭാരത് ടെക്സ് പരിപാടിയിൽ പ്രകടമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരും ഡൽഹിയിലെ BJPയിലെ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് യോഗത്തിൽ അന്തിമമാക്കാൻ സാധ്യതയുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ദേശീയ തലസ്ഥാനത്ത് തിരക്കേറിയ ചർച്ചകൾ നടന്നുവരികയാണ്. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയും തമ്മിലുള്ള 55ാമത് ഡയറക്ടർ ജനറൽ തല ബോർഡർ കോർഡിനേഷൻ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. BSFന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിർത്തി രക്ഷാസേനകൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിനുള്ള മാർഗ്ഗങ്ങളും ചർച്ചയാകും. ഈ മാസം 20 വരെയാണ് സമ്മേളനം. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും BSF ഉദ്യോഗസ്ഥർക്കും ഇന്ത്യൻ പൌരന്മാർക്കും നേരെ ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അക്രമികൾ നടത്തുന്ന ആക്രമണവും എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. രാജ്യതലസ്ഥാനത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെ 5:36 ഉണ്ടായത്. ധൌലക്യ മേഖലയ്ക്ക് സമീപമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂനിരപ്പിൽ നിന്ന് 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഭൂകമ്പം വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും ആളപായമോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന അടിയന്തര ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആതിഥേയത്വം വഹിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും യൂറോപ്യൻ നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. യുക്രൈനോടുള്ള US-ന്റെ സമീപകാല മാറ്റവും അതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ സുരക്ഷയ്ക്ക് ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും യോഗത്തിൽ ചർച്ചയാകും. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
മഹാകുംഭമേള സമയത്തെ അധിക തിരക്ക് ഒഴിവാക്കുന്നതിനായി ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് ഉത്തരമേഖലാ റെയിൽവേയുടെ 4 പ്രത്യേക ട്രെയിനുകൾ കൂടി സർവീസ് നടത്തി. ഇന്ന് 5 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിൽ റെയിൽവേ അന്വേഷണം പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേരാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് റെയിൽവേ 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നൽകുമെന്നും റെയിൽവേ അറിയിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. രാഷ്ട്രപതി ഭവനിൽ നാളെ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകും. സന്ദർശനത്തിൽ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 3ാമത്തെ വിമാനം അമൃത്സർ വിമാനത്താവളത്തിലെത്തി. 112 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് വിമാനമെത്തിയത്. ഇതുകൂടാതെ ശനിയാഴ്ച രാത്രിയും ഈ മാസം 5-നുമായി കുടിയേറ്റക്കാരുടെ 2 സംഘങ്ങളെ രാജ്യത്ത് എത്തിച്ചിരുന്നു. ഒമാനിൽ നടന്ന 8ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ എന്നിവയ്ക്കായുള്ള പരസ്പര സഹകരണം വിദേശകാര്യമന്ത്രി എടുത്തു പറഞ്ഞു. ആഗോള വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ യോഗമെന്ന് അഭിപ്രായപ്പെട്ട കേന്ദ്രമന്ത്രി പുതിയ ആശയങ്ങളിലൂടെ ലോകക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കി. The Indo-Pacific has been witnessing deeper tensions and sharper contestations. The scenario is intrinsically maritime in nature, involving respect for and observance of international law. There are other concerns, some related, some autonomous. Stronger assertions of interest is one issue. Concerns about unilateral changes to the status quo another. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. ഇന്ന് വൈകിട്ട് 5-ന് തിരുവനന്തപുരത്താണ് യോഗം. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേന്ദ്ര ബജറ്റ് ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ ജൽശക്തി വകുപ്പ് സഹമന്ത്രി വി സോമണ്ണ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. കേന്ദ്ര ബജറ്റിലെ വിവിധ പ്രഖ്യാപനങ്ങൾ ചർച്ചയാകും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. അഹമ്മദാബാദിൽ കേരളം ഗുജറാത്തിനെയും നാഗ്പൂരിൽ മുംബൈ വിദർഭയെയും നേരിടും. രാവിലെ 9:30 മുതലാണ് മത്സരം. ഇക്കൊല്ലത്തെ IPL ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. അടുത്ത മാസം 22-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI ആണ് ഇന്നലെ സമയക്രമം പ്രഖ്യാപിച്ചത്. 13 മൈതാനങ്ങളിൽ 65 ദിവസങ്ങളിലായി 74 മത്സരങ്ങളാണ് ഈ വർഷത്തെ IPLൽ ഉണ്ടാകുക. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സിന് ജയം. UP വോറിയേഴ്സിനെ 6 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വഡോദരയിൽ രാത്രി 7:30-നാണ് മത്സരം. ആലപ്പുഴ ജില്ലയിൽ കാർഷിക മേഖലയിലെ പാടശേഖരങ്ങളോട് ചേർന്ന് കിടക്കുന്ന തോടുകളിൽ ഉപ്പിന്റെ അളവ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മണിയാർ ഡാം രാവിലെ 8-ന് തുറക്കും. കക്കാട്ടാറിലും പമ്പയാറിന്റെ ചില പ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവരും മണിയാർ, പെരുനാട്, വടശ്ശേരിക്കര, റാന്നി, കോഴഞ്ചേരി, ആറന്മുള, ചെങ്ങന്നൂർ നിവാസികളും ജാഗ്രത പാലിക്കണം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളുടെ വിഷമങ്ങൾ സഹാനുഭൂതിയോടെ കേൾക്കാനും കൂട്ടായി പ്രവർത്തിക്കാനും അധ്യാപകർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദിവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിലൂടെ മാത്രമേ രാഷ്ട്രവികസനം പൂർണ്ണമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2030 രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖല 9 ലക്ഷം കോടി രൂപയുടെ വാർഷിക കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ എന്നിവയ്ക്കായുള്ള പരസ്പര സഹകരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയും തമ്മിലുള്ള 55
15ാമത് ഡയറക്ടർ ജനറൽ തല ബോർഡർ കോർഡിനേഷൻ സമ്മേളനത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് കേരളം ഗുജറാത്തിനെയും മുംബൈ വിദർഭയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.